നമസ്കാരം. വേദങ്ങളും ഉപനിഷത്തുകളും പറയുന്നത് ഈ പ്രപഞ്ചത്തിലാകമാനം ഒരു മൊട്ടുസൂചി കൊത്താൻ പോലും ഇടവില്ലാതെ തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധം അല്ലെങ്കിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നാണ്. അത് വ്യക്തമാക്കുന്ന ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗത്തിലെ 15-ാമത്തെ ശ്ലോകം നമ്മൾക്കൊന്ന് നോക്കാം. വളരെ മനോഹരവും നമ്മുടെ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അർത്ഥമുള്ളതുമായ ഒരു ശ്ലോകമാണത്. ആ ശ്ലോകം നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച എന്ന് പറഞ്ഞാൽ സർവസ്യ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എവിടെയുമില്ല. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, എല്ലാ ജീവികളുടെയും ഉള്ളിൽ നിറഞ്ഞു നിന്ന്, ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനം ഹൃദയത്തിൽ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, ഹൃദയത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് എന്നാണ് പറയുന്നത്. ആ ഹൃദയത്തിൽ നിന്നല്ല, അവിടെ ഹൃദയം എന്നുള്ളതിനർത്ഥം ഉള്ളിലും പുറത്തും, അവിടെ അപ്പോൾ ആന്തരികമായി നിന്നുകൊണ്ട് എന്നേ അതിനർത്ഥമുള്ളൂ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, എല്ലാ ജീവികളുടെ ഉള്ളിലും ആന്തരികമായി നിലനിന്നുകൊണ്ട് മത്തസ്മൃതി ജ്ഞാനമപോഹനം തച്ച, ഞാൻ തന്നെ മത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനെന്ന ബോധമാണ്. ഞാനെന്ന കൃഷ്ണൻ എന്ന വ്യക്തിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മം, കോൺഷ്യസ്നസ്. ആ കോൺഷ്യസ്നസ് മത്തസ്മൃതി ജ്ഞാനമപോഹനം ച, ആ ബോധത്തിൽ അറിവുണ്ട്. അറിവിൻ്റെ കാരണം സ്മൃതി സ്മൃതിജ്ഞാനം അപോഹനം ച, ഓർമ്മ. അതുപോലെ അപോഹനം, ഫൊർഗെറ്റ്ഫുൾനെസ്, മറവി. ഓർമ്മയും മറവിയും ജ്ഞാനവും ഇതാണല്ലോ പ്രധാനമായിട്ടുള്ളത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാം ആയി, പക്ഷേ നമുക്ക് എപ്പോഴും നിലനിൽക്കുന്നില്ല. അതിനുള്ള ക്വാളിറ്റി ഈ ബോധത്തിൽ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ ഓർമ്മിക്കാനും മറക്കാനും അറിവ് നേടാനും എല്ലാം കാരണം ഈ ബോധമാണ്. ആ ബോധമില്ലെങ്കിൽ നമ്മൾക്കിതൊന്നും നേടാൻ കഴിയില്ല. ആ ബോധത്തിൽ എന്തെല്ലാം വേണ്ടോ അതെല്ലാം, അതിൻ്റെ ക്വാളിറ്റി അതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും ബോധം എന്ന് പറഞ്ഞാലും ആത്മാവ് എന്ന് പറഞ്ഞാലും അതെല്ലാം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന നിശ്ചലമായ അഖണ്ഡമായ ബോധമാണ്. ആ ബോധത്തിൽ എല്ലാ അറിവുകളും നിറഞ്ഞു നിൽക്കുന്നു. ആ അറിവ് വേണമെങ്കിൽ നമ്മൾക്ക് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. എത്ര കാലം കഴിഞ്ഞാലും ആ അറിവ് അവിടെ തന്നെ സ്ഥിരമായി നിലനിൽക്കും. ഓക്കെ, താങ്ക് യു.